കൂട്ടുകാരാണ്, കുളത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്, കൂട്ടുകാരാണ്. സാധാരണ നമ്മൾ കണ്ടില്ലേ എത്ര പേര് മുങ്ങി മരിച്ചെന്നാണ് അറിയുന്നത്? ഒരാൾ മുങ്ങി മരിച്ചതായിട്ടാണോ കൂടുതൽ കുട്ടികൾ മുങ്ങി മരിക്കുമ്പോൾ? രണ്ടാൾ. എന്താ സംഭവിക്കുക? ഒരാൾ വീഴും, മറ്റേ ആൾ എന്ത് ചെയ്യും? രക്ഷപ്പെടുത്താൻ വേണ്ടി. ആൾ നീന്താൻ അറിയണമെന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ നന്നായിട്ട് നീന്താൻ അറിയാവുന്ന ആളായിരിക്കും, എങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി ചാടി. ഇപ്പം ഇങ്ങനെ 2 സ്കൂൾ കുട്ടികളാണ് ഇവർ രണ്ടാളും. ഈ 2 പേരും കൂടെ ഇങ്ങനെ കുളത്തിൻ്റെ അവിടെ നിന്ന സമയത്ത് ഈ സമയത്ത് ഇദ്ദേഹത്തിനൊരു ഫോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, അതല്ലേ ഏറ്റവും വലുത്. ഫോൺ ഇങ്ങനെ വന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു ഇയാൾ എവിടെ പോയെന്ന് അറിയാമോ? എവിടെ പോയി? വെള്ളത്തിൽ പോയി. ഇപ്പോ അനീഷ് സാറ് വെള്ളത്തിലാണോ കരയിലാണോ? ഈ പിന്നെ ഈ വിനേഷ് എവിടെയാണ്? വിനേഷ്. പെട്ടെന്ന് നമ്മളായാലും എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? കൈ എടുത്ത് വലിക്കും. അപ്പൊ നിങ്ങൾ എഴുതോ? അപ്പൊ ഇപ്പൊ 2 പേരും ഇവിടെ പോയി. അപ്പൊ ആദ്യം ശ്രദ്ധിക്കുക, നിന്നുകൊണ്ട് എന്ത് ചെയ്യരുത്? കൈ കൊടുക്കരുത്. ഇനി നിങ്ങൾ വെള്ളത്തിൽ തന്നെ ഇവിടെ നിൽക്കുകയാണ്, ഇത്രയും ദൂരമാണ്, കൈ കൊടുക്കാൻ എത്തുമോ? അപ്പൊ നമ്മൾ കുളത്തിന്റെ കരയാണ് നമ്മുടെ രംഗം. അവിടെ ഒരു ഓലമടൽ കാണും, ഇതേപോലത്തെ ഒരു കമ്പ് കാണും, എന്തെങ്കിലുമൊക്കെ കാണത്തില്ലേ? ഇതേപോലെ ഈ കമ്പെടുത്ത് എന്ത് ചെയ്യും? ആ സൈഡിൽ നമ്മുടെ സൈഡിൽ ഈ കമ്പെടുത്ത് ഇദ്ദേഹത്തിന് ഇങ്ങനെ നീട്ടിക്കൊടുത്തു. അദ്ദേഹം നിന്ന് നീട്ടിക്കൊടുക്കണ്ടോ? അപ്പോഴും മരണപ്രായത്തിലുള്ള അനീഷ് സാറ് എന്ത് ചെയ്യും? വലിക്കുമ്പോൾ ഇയാൾ ഇവിടെ പോകും, വീണ്ടും വെള്ളത്തിൽ പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ മനുഷ്യൻ രാവിലെ ഒന്ന് എന്ത് പറയണത്? കൂടെ ഉള്ള ഒരുത്തൻ വെള്ളത്തിൽ വീണപ്പം കൈ കൊടുക്കാൻ പാടില്ല, ഒരു കമ്പെടുത്തിട്ട് കൊടുക്കാൻ പാടില്ല, പിന്നെ എന്ത് ചെയ്യണം മനുഷ്യാന്നല്ലേ നിങ്ങളുടെ മനസ്സിലേ? ഇത് നോക്കിയോളൂ. 90% ഓഫ് ഹിസ് ബോഡി വെയിറ്റ്, ഇയാളുടെ ബോഡി വെയിറ്റിന്റെ 90% എവിടെയായിരിക്കണം? കരയിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് മാത്രമേ എന്തെങ്കിലും ഒരു സാധനം. ഇനിയിപ്പോൾ അയാൾ വലിച്ച ഇയാൾ പോവോ? ഇല്ല. ഇയാൾ വെള്ളത്തിൽ എന്ത് ചെയ്യും? മൂക്കും വായും വെള്ളത്തിൽ പൊങ്ങി കിടക്കത്തില്ലേ? ആണോ? ദിസ് ഈസ് ദ റൈറ്റ് മെത്തേഡ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അല്ലാതെ നിന്നുകൊണ്ട് കൈ കൊടുക്കരുത്. നിന്നുകൊണ്ടൊരു സാധനം നിന്നുകൊണ്ട് കൈ കൊടുക്കുന്നതിനേക്കാൾ അബദ്ധമാണ് നിന്നുകൊണ്ടൊരു കമ്പ് വെച്ച് കൊടുക്കുന്നത്. കമ്പ് വെച്ച് കൊടുക്കുമ്പോൾ അറിയാമോ? മറ്റവൻ എന്ത് വെപ്രാളാ? മരണോപ്രാളം. വലിയ പവറിൽ ഒറ്റ വരി വലിക്കും. ഇവ ഇവിടുന്ന് നേരെ അപ്പുറത്ത്. ഏതാ റൈറ്റ് മെത്തേഡ്? ഇതേപോലെ കരയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ വയ്ക്കുക. ഇനി വെളുക്കുന്നവരെ ഇങ്ങനെ കിടന്നാൽ മതിയോ? പിന്നെ അടുത്ത് എന്ത് ചെയ്യണം? കിടന്നുകൊണ്ട് വലിക്കാനൊന്നും പറ്റൂല. ഈ വിനേഷ് സാർ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു കോമൺ സെൻസിൽ പറ. എന്ത് ചെയ്യണം? വിളിക്കണം. കറക്റ്റ്. ഒരാൾ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു വിളിക്കണം. എങ്ങനെ വിളിക്കണം? ഉറക്ക വിളിക്കണം അല്ലേ? അലറി വിളിക്കണം. അല്ലാതെ നിങ്ങൾ കണ്ട സിനിമയിൽ മിന്നൽ മുരളി സിനിമയിൽ തീയിട്ടിട്ട് അയ്യോ നാട്ടുകാർ അങ്ങനെ ആരാണ് അയാളുടെ പേരെന്താ? ഒരു കന്നഡ നടൻ അല്ലേ? എന്റെ പേര് പറഞ്ഞു. അയാൾ വിളിക്കുമ്പോൾ അങ്ങനെയാണ് വിളിക്കണ്ടേ? അല്ല, ഉറക്ക അലറി വിളിക്കണം. ആരെങ്കിലും വരും, അവരെന്ത് ചെയ്തോളും? വലിച്ച് കരയെ കെട്ടിക്കോളും. ഈ മെത്തേഡിന്റെ പേര് റീച്ച് എന്നാണ്. എന്താണ്? റീച്ച്. ഓക്കെ, കഴിച്ചോ. ഇനി നമ്മള് നേരത്തെ എന്തെറിഞ്ഞു കൊടുത്തു? ഇപ്പൊ കമ്പിടാൻ പറ്റില്ല. ഇദ്ദേഹം കുറച്ചുകൂടെ അപ്പുറത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലത്തെ ലൈഫ് ബോയ് എടുത്ത് എറിഞ്ഞു കൊടുക്കുക. കുളത്തിന്റെ കരയിൽ ലൈഫ് ബോയ് കാണുമോ നിങ്ങളുടെ വീട്ടിന്റെ അവിടെയൊക്കെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഈ മണ്ണെണ്ണയും വെളിച്ചെണ്ണയൊക്കെ വാങ്ങുന്ന ഒരു ക്യാൻ കാണൂലേ വീട്ടിൽ? കന്നാസ് എന്ന് പറയില്ലേ? അല്ലെങ്കിൽ വെള്ളം കോരുന്ന ഒരു കുടം, പ്ലാസ്റ്റിക് കുടം. ആ കുടമൊക്കെ എടുത്ത് എവിടെയായിട്ട് എറിഞ്ഞു കൊടുക്കുക? എവിടേക്ക്? ആ വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക. എറിഞ്ഞു കൊടുക്കുമ്പോൾ ഇവൻ കുടത്തിൽ പിടിക്കും അല്ലേ? അതും ഒരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? മായാവിയോ ഏതോ സിനിമയ്ക്കകത്ത് സലീം കുമാരൊക്കെ പിടിച്ചിട്ട് ഓഹോ ഇല്ലേ? അതുപോലെ കുടം. ഇനി അതുമല്ലെങ്കിൽ കുളത്തിന്റെ കരയിൽ എന്ത് കാണും? തെങ്ങിന്റെ മൂട്ടിൽ എന്തുണ്ടാവും? പൊളിക്കാത്ത തേങ്ങ അല്ലേ? പൊതിക്കാത്ത തേങ്ങ കാണും അല്ലേ? പൊളിക്കാത്ത തേങ്ങ വെള്ളത്തിന്റെ അടിയിൽ പോവും, മേലിൽ പോവും? ഒരു 4-5 തേങ്ങ എടുക്കുക, ഒരു കവറിൽ കെട്ടുക, വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? താഴ്ന്നു പോവോ? ഇല്ല. നമുക്ക് യുക്തിപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങൾ. അവിടെ ഇപ്പം ഫയർഫോഴ്സിൽ വിളിയുടെ 101 വിളിക്കുക, പിന്നെ ലൈഫ് ബോയ് ലൈഫ് ജാക്കറ്റ് ഒക്കെ കൊണ്ടുവരും. അങ്ങനെ വേണ്ട ടൈമുണ്ടോ? ഇല്ല. ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക അല്ലേ? ഇനി നിങ്ങളവിടെ പ്രളയം വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് താഴ്ന്ന ഭാഗത്ത് താമസിക്കുന്നവരാണ്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. എന്ത് ചെയ്യാൻ പറ്റും? രക്ഷയില്ലല്ലേ? നിങ്ങൾക്ക് ചാവുക തന്നെ മാർഗം. എന്ത് ചെയ്യാൻ പറ്റൂടെ? ഒന്ന്, നിങ്ങൾ പ്രായമൊന്നും നോക്കണ്ട, എല്ലാവരും എന്ത് ചെയ്യുക? സ്വിമ്മിങ് പഠിക്കുക. സ്വയരക്ഷയ്ക്ക് ഏറ്റവും നല്ല ഒരു ഉപായമാണ് ഇത് സ്വിമ്മിങ്. നമ്മളെ അല്ലേ ടീച്ചറെ? കൈവിരൽ തുമ്പുകൾ മുതൽ
ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും മൂവ് ചെയ്യുന്ന ഒരു എക്സർസൈസ് ആണ് എന്തോന്ന് സ്വിമ്മിങ്. അല്ലാതെ ഈ പറയുന്ന ഈ സ്ഥലത്തിന് മുതുകുളം അല്ലേ, ഈ മുതുകുളത്ത് റോഡിൽ കൂടെ രാവിലെ 5:30 മണിക്ക് ഇറങ്ങി നടന്ന് പട്ടികടി കൊള്ളുന്നതിനേക്കാളും നിങ്ങൾ 1 മണിക്കൂർ നീന്താൻ പോയാൽ ശരീരമൊക്കെ ഒന്ന് റെഡിയാവും, ആരോഗ്യം കിട്ടും നമുക്ക്, പ്ലസ് എന്ത് സ്വയരക്ഷയ്ക്ക് ഒരു ഉപായമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് പഠിക്കുക, നീന്തൽ പഠിക്കുക. അപ്പോൾ ഈ മെത്തേഡ് മനസ്സിലായല്ലോ. ഇനി കുറച്ചുകൂടെ അപ്പുറത്താണെങ്കിലോ, എന്തെങ്കിലും അറിഞ്ഞു മക്കളെ കുറച്ചുകൂടെ അപ്പുറത്താണെങ്കിൽ, കുറച്ചുകൂടെ ദൂരെയാണെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യാം, റോ ചെയ്യണം. എന്ത് ചെയ്യണം? റോ, തുഴഞ്ഞു പോകണം. തുഴഞ്ഞു പോകാൻ നമുക്ക് ബോട്ട് വേണമെന്നുണ്ടോ? ഇല്ല. പിന്നെ വലിയ അരി വയ്ക്കുന്നത് എന്തൊക്കെ കിട്ടും, ചെമ്പ്, വാർപ്പ്, അങ്ങനെ കണ്ടിട്ടില്ലേ അല്ലേ. നമ്മുടെ ഒരു പ്രമുഖ നടന്റെ അമ്മയെ ഞങ്ങള് ഇതിലാണ് കൊണ്ടുവന്നത്, ചെമ്പിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവര് ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞു, കേരളത്തിലെ റോഡുകൾ എൻ്റെ ലംബോർഗിനി വാഹനങ്ങൾ പോകാൻ പര്യാപ്തമായിട്ടുള്ള റോഡല്ല, അതുകൊണ്ട് എനിക്ക് ഇറങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ആ അമ്മയെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് ചെമ്പിൽ ഇരുത്തിക്കൊണ്ടാണ് വന്നത്. കാര്യം ഞങ്ങളെ ബോട്ടൊക്കെ പല സ്ഥലങ്ങളിൽ പോയിരിക്കുക. അപ്പോൾ ചെമ്പിൽ ഇരുത്തിക്കൊണ്ട് വന്നപ്പോൾ പിറ്റത്തെ മനോരമ പത്രത്തിൽ ഉണ്ടായിരുന്നു, ഇന്ന ആൾ ചെമ്പോർഗിനിയിൽ വരുന്നതായിട്ട്, ലംബോർഗിനി മാറ്റിട്ട് ചെമ്പോർഗിനിയിൽ വരുന്നതായിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ മൂന്നാമത്തെ മെത്തേഡ് റോ. അപ്പോൾ ആദ്യം എന്താണ് കാണിച്ചത്, നമ്മൾ റീച്ച് കാണിച്ചു, പിന്നെ എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കുക, അതിനെ പറയുന്നത് ത്രോ, പിന്നെ ലാസ്റ്റാണ് റോ. എന്താണ്? റോ. ഇനി ഈ ഒറ്റ മെത്തേഡ് കൂടെ, ലാസ്റ്റ് മെത്തേഡ് ഗോ. എന്താണ്? ഗോ. ഗോ എന്ന് പറഞ്ഞാൽ ഒരാൾ പോയി എന്ത് ചെയ്യുക, രക്ഷപ്പെടുത്തുക. ആര് പോയി രക്ഷപ്പെടുത്തും? ഒരാൾ വീണാൽ ആരാണ് പോയി രക്ഷപ്പെടുത്തേണ്ടത് സാറേ? നീന്തൽ അറിയാവുന്ന ആൾ എന്ന് പറഞ്ഞാലും പോരാ, 2 കാലുകൾ കൊണ്ടും 1 കൈ കൊണ്ടും നീന്താൻ അറിയാവുന്ന ആൾ. അങ്ങനെ 2 കാല് കൊണ്ടും 1 കൈ കൊണ്ടും നീന്താൻ അറിയാം. അപ്പോൾ 1 കൈയോടെ പോയി മറ്റേ ആൾ, ഇപ്പൊ പെണ്ണ് ലേഡീസ് ആണെങ്കിൽ ഇവിടെ പിടിക്കും, നമുക്ക് മുടിയിലോ ഡ്രസ്സിലോ പിടിച്ച് തൂക്കിയെടുക്കാം. ആണുങ്ങളാണെങ്കിൽ നിങ്ങൾ പല മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഒന്ന് തള്ളി പിടിച്ചു കൊണ്ടുവരാം. അപ്പോഴും എന്റെ 2 കാലും 1 കൈയും ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ പിടിച്ചോണ്ട് ഇവരെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ പിടിച്ചോണ്ട് വരാം. അല്ലെ നിങ്ങൾ വേറെ എന്ത് മെത്തേഡ് യൂസ് ചെയ്യും? അല്ല ലേഡീസിനെ. ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ ഇങ്ങനെ പിടിക്കാം. ഇനി ഈ പറയുന്ന വെള്ളത്തിൽ വീഴുന്ന ആളിനെ ഇതിലെവിടെ പോയാണ് രക്ഷപ്പെടുത്തേണ്ടത്? യെസ്, പുറകിൽ കൂടെ. ഇപ്പൊ സാർ അവിടെ ഇരിക്കുക, വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ നേരെ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് ചെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇയാൾ നീന്തി അങ്ങോട്ട് പോവാണ്. ആദ്യം എന്ത് ചെയ്യും, ചാടിയ ഇയാളുടെ തോളിൽ പിടിക്കും, 2 തോളിലും പിടിച്ചിട്ട് ഇയാളെ എന്ത് ചെയ്യും, പിടിച്ച് താഴ്ത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, പൊങ്ങി നിൽക്കും, എനിക്ക് ശ്വാസം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നന്നായി നീന്താൻ അറിയാമെന്നുള്ള ഇദ്ദേഹം 2 മിനിറ്റ് ആവുന്നുമ്പേ ഇദ്ദേഹം പോകും. കുറച്ച് കഴിയുമ്പോൾ ഈ മനുഷ്യൻ പോകും. അങ്ങനെയാണ് നമ്മുടെ 2 മക്കൾ അവിടെ പോകുന്നത്, വെള്ളത്തിൽ. ഒരു കാരണവശാലും മുൻഭാഗത്തുകൂടെ നിങ്ങൾ പോയി രക്ഷപ്പെടുത്താൻ പോകരുത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് 2 കാലുകൾ കൊണ്ടും 1 കൈ കൊണ്ടും നീന്താൻ അറിയാവുന്ന ആൾ മാത്രമേ രക്ഷപ്പെടുത്താൻ പോകാവൂ. മുൻവശത്തൂടെ പോകരുത്, പുറകിലൂടെ അല്ലെങ്കിൽ സൈഡിലൂടെ, ആ ആള് കാണാത്ത രീതിയിൽ വേണം പോയി രക്ഷപ്പെടുത്താൻ. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്?